ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ യൂണിറ്റ് 1-ന്റെ ബാക്കി ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് നമ്മൾ എന്താണ് നേരത്തെ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ്, എന്തൊക്കെയാണ് നമ്മൾ മെയിൻ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തതെന്ന് നമുക്ക് ചെറിയൊരു റീക്യാപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ് ഒന്ന് ഓർത്തു നോക്കിയാൽ ആദ്യം നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? ദ ഡിബേറ്റ് ഓവർ സയൻസ്, ദ ഷിഫ്റ്റ് ഇൻ ഫോക്കസ് ഓൺ റീസണിങ്, ലോജിക് ആൻഡ് ഒബ്സർവേഷൻ. അതായത് എന്താ പറയാ, ഒരു റിലിജൻ അല്ലെങ്കിൽ ഡിവൈൻ എൻറ്റിറ്റി എന്നുള്ളൊരു ഇതിൽ നിന്ന് മാറി നമ്മൾ റീസണിങ് അല്ലെങ്കിൽ ലോജിക് ഇങ്ങനെയുള്ള ഒരു നോളജ് പ്രൊഡക്ഷനകത്ത് ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സിലേക്ക് നമ്മൾ വഴി തിരിച്ച് വിട്ട ഒരു കാലഘട്ടത്തിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇനി സയന്റിഫിക് മെത്തേഡ് എന്താണ് എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സയന്റിഫിക് മെത്തേഡ് ഇൻ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് എന്താണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസിൽ ഈ സയന്റിഫിക് മെത്തേഡിന്റെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ സോഷ്യോളജി സയൻസ് ഓഫ് സൊസൈറ്റി എങ്ങനെയാണ്, ഹൗ ക്യാൻ ഇറ്റ് ബി കോൾഡ് ദ സയൻസ് ഓഫ് സൊസൈറ്റി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളത് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ സോഷ്യോളജിയുടെ ആ ഫൗണ്ടേഷണൽ തീംസിലേക്ക് ഏതൊക്കെ തിങ്കേഴ്സ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്, അവരെങ്ങനെയൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. അതിലെ ഒരു മെയിൻ തിങ്കറാണ് നമ്മുടെ ഓഗസ്റ്റ് കോംറ്റ് എന്ന് പറയുന്ന സോഷ്യോളജിയുടെ ഫാദർ എന്ന് അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് സോഷ്യോളജി എന്ന് വിശേഷിപ്പിക്കാവുന്ന തിങ്കറിനെ പറ്റി നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കഷൻ തുടങ്ങി വയ്ക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ നോഷൻസ് ഓൺ നേച്ചർ ഓഫ് സോഷ്യോളജി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രീവിയസ് ക്ലാസ്സിൽ. അദ്ദേഹത്തിന്റെ സയന്റിഫിക് അപ്രോച്ച്, വാട്ട് ഈസ് ഹിസ് എന്താ പറയുക ഡെഫിനിഷൻ ഓഫ് സയന്റിഫിക് അപ്രോച്ച്, അതുപോലെ തന്നെ ലോസ് ഓഫ് കോ എക്സിസ്റ്റൻസ് ആൻഡ് ലോസ് ഓഫ് സക്സഷൻ, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പൊ ഇനി നമ്മൾ ഓഗസ്റ്റ് കോംറ്റിന്റെ തന്നെ ബാക്കി നോഷൻസ് ആണ് നമ്മൾ ഈ ലെസണിൽ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഫ്യൂ ടോപ്പിക്സ് ഈ യൂണിറ്റിൽ തന്നെയുള്ള ബാക്കി ടോപ്പിക്സിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗോയിങ് ബാക്ക് ടു കോംസ് നോഷൻസ് ഓൺ ദ നേച്ചർ ഓഫ് സോഷ്യോളജി. അപ്പൊ ആദ്യം ആ ടോപ്പിക് തുടങ്ങി വെച്ചു. ഇനി അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹിസ് 2 assumptions ഓൺ സൊസൈറ്റീസ് എന്നുള്ളതാണ്. അപ്പോൾ വാട്ട് ആർ ഹിസ് 2 assumptions ഓൺ സൊസൈറ്റീസ്? The first assumption, let's see what it is. Societies pass through a process of evolution and their stages of development are from the simple to complex. That is, societies eventually become more complex and institutionally differentiated to perform various functions. അതായത് സമൂഹം ഒരു എവല്യൂഷൻ, അതായത് ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ചെറിയൊരു എന്താ പറയുക ഒരു പോർഷനിൽ നിന്ന് അത് കാലാകാലങ്ങളായി അതിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് കാലഘട്ടത്തിനനുസരിച്ച് അല്ലെ. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ കൂടെയാണ് നമ്മുടെ സൊസൈറ്റി കടന്നു പോകുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിലെ നമ്മൾ ഈ ഡെവലപ്മെന്റ് സ്റ്റേജസ് നോക്കുകയാണെങ്കിൽ ഒരു സൊസൈറ്റി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്ന് വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് കാണാൻ കഴിയുന്നതാണ് കോംറ്റ് പറയുന്നത്. അതായത് സൊസൈറ്റീസ് ഇവൻച്വലി ബിക്കം മോർ കോംപ്ലെക്സ്. അപ്പോൾ കാലം മുന്നോട്ട് പോകുമ്പോൾ സൊസൈറ്റീസ് കൂടുതൽ കോംപ്ലെക്സ് ആയി വരികയാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലി ഡിഫറൻഷിയേറ്റഡ് ടു പെർഫോം വേരിയസ് ഫങ്ഷൻസ്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ഇറ്റ് ക്യാൻ ബി ഫാമിലി, റിലീജിയൻ, എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ പറയുക, ഈ കോംപ്ലെക്സ് സൊസൈറ്റീസ് ഇവോൾവ് ചെയ്യുമ്പോൾ കോംപ്ലെക്സ് ആവുന്നതിന്റെ കൂടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലി ഡിഫറൻഷിയേറ്റഡ്, അപ്പൊ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയി വേർതിരിക്കപ്പെട്ട് പല ഫങ്ഷൻസ് ആ സൊസൈറ്റിയിലെ പല പ്രക്രിയകൾ പെർഫോം ചെയ്യാനായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അത് വേറെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെട്ട് അത് ഫങ്ഷൻ ചെയ്യുകയും ചെയ്യും എന്നാണ് കോംറ്റിന്റെ ഫസ്റ്റ് അസംഷൻ. രണ്ടാമത്തെ അസംഷൻ എന്താണ്? വെൻ ദർ ആർ ഇൻക്രിമെന്റൽ ചേഞ്ചസ് ആൻഡ് ഡിഫറൻസസ് ഇൻ സൊസൈറ്റീസ്, വാട്ട് കീപ്സ് ദം ഫ്രം ഡിസിൻറ്റഗ്രേറ്റിംഗ്? അപ്പോൾ കോംറ്റയുടെ ആൻസർ ടു ദാറ്റ് ഈസ് mechanisms leading to social integration involve
one or more forms of mutual dependence. അതായത് when there are incremental changes and differences in societies, അപ്പോൾ സൊസൈറ്റീസിൽ ഇൻക്രിമെന്റൽ ആയിട്ടുള്ള ചേഞ്ചസും മാറ്റങ്ങളും, ബേസിക്കലി സൊസൈറ്റിയിലെ പല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൊസൈറ്റിയിൽ ഇപ്പോൾ പല മാറ്റങ്ങളും ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ പല മാറ്റങ്ങളും സംഭവിക്കുമ്പോൾ അത് നമ്മളെ നല്ല രീതിയിലും എഫക്റ്റ് ചെയ്യും, മോശമായിട്ടുള്ള രീതിയിലും എഫക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു പല ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ ആ ചേഞ്ചുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് പോവാനാണല്ലോ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ആ ഒരു ലൈഫിന്റെ താളം തെറ്റുക അല്ലെങ്കിൽ തകിടം മറിയുക എന്ന് പറയുമല്ലോ. അപ്പൊ അതുപോലെ തന്നെ സൊസൈറ്റിയിലും അത് സംഭവിക്കാം. അപ്പൊ അപ്പൊ സമൂഹത്തിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ ആ ഡിസിന്റിഗ്രേഷൻ, ആ സൊസൈറ്റിയുടെ താളം തെറ്റാതിരിക്കാൻ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ തകിടം മറിയാതിരിക്കാനായിട്ട് അതെങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പൊ അതിന്റെ ആൻസർ കോംറ്റെ പറയുന്നത്, മെക്കാനിസംസ് ലീഡിങ് ടു സോഷ്യൽ ഇന്റഗ്രേഷൻ ഇൻവോൾവ് വൺ ഓർ മോർ ഫോംസ് ഓഫ് മ്യൂച്വൽ ഡിപ്പെൻഡൻസ്. ഇപ്പൊ സൊസൈറ്റിയിലെ പല ഘടകങ്ങളുണ്ടല്ലോ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പല പ്രോസസ്സുകളുണ്ട്. ഈ എല്ലാ ഘടകങ്ങളും പല ഘടകങ്ങളും തമ്മിൽ ഒരു മ്യൂച്വൽ ആയിട്ടുള്ളൊരു ഡിപ്പെൻഡൻസ് ഉണ്ട്. അതായത് ഒരു ഘടകം മറ്റതിനെ ആശ്രയിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ അതിന് ഇങ്ങോട്ടും അങ്ങനെ അതേ രീതിയിലുള്ളൊരു ആശ്രയം ഉണ്ട് എന്നുള്ളത്. ആ മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ആണ് ഈ ഡിസിന്റഗ്രേഷനെ പ്രിവെന്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നതെന്നാണ് കോംറ്റ് പറയുന്നത്. അപ്പൊ ഈ രണ്ട് അസംഷൻസ് ആണ് കോംറ്റ് എന്താ പറയുക സൊസൈറ്റീസിനെ പറ്റി കോംറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ അസംഷൻസിന്റെ ബേസിസിലാണ് ഇനി കോംറ്റ് വേറെ പല എന്താ പറയുക കോൺസെപ്റ്റ്സും കാര്യങ്ങളും ഒക്കെ സൊസൈറ്റീനെ പറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. So from these two assumptions, Comte derived that evolution is both a natural and demonstrable fact and it is governed by laws of development. അപ്പൊ ഈ അസംഷനിൽ നിന്നും അദ്ദേഹം പറയുന്നത് സൊസൈറ്റിയുടെ എവല്യൂഷൻ എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന, വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന, അതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റബിൾ ആയിട്ട് നമുക്ക് എന്താ പറയാ, നമുക്കൊരു ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതും വളരെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് എവല്യൂഷൻ. അതുപോലെ തന്നെ ഈ എവല്യൂഷൻ ഇസ് ഗവേൺഡ് ബൈ ലോസ് ഓഫ് ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലോസ് ഓഫ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് ഇനി അടുത്ത പോയിന്റ് എന്താണ്? Therefore, according to Comte, the task of sociology was to discover the laws of development. അപ്പൊ സോഷ്യോളജിയുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഈ ലോസ് ഓഫ് ഡെവലപ്മെന്റ്, സൊസൈറ്റിയിലെ ഈ ലോസ് ഓഫ് ഡെവലപ്മെന്റ് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യുക, കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഈ ലോസ് ഓഫ് ഡെവലപ്മെന്റ് കണ്ടെത്തുക? ലെറ്റ്സ് സീ. അപ്പൊ അദ്ദേഹം പറയുന്നത് 3 രീതിയിൽ കൂടിയാണ് അത് കണ്ടെത്താൻ പറ്റുന്നതെന്നാണ്. ഫസ്റ്റ് വൺ ഇസ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, അതായത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നിരീക്ഷണം. രണ്ടാമത്തത് കളക്ഷൻ ഓഫ് ഡേറ്റ ഓർ ഫാക്ട്സ്, അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ഫാക്ട്സ്, വസ്തുതകൾ കളക്ട് ചെയ്യുക. മൂന്നാമത്തത് ഡെവലപ്മെന്റ് ഓഫ് തിയറീസ് ടു എക്സ്പ്ലെയിൻ ദീസ് ഫാക്ട്സ്. അപ്പൊ ഡേറ്റ കളക്ട് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ ഫാക്ട്സ്, ഈ വസ്തുതകൾ കളക്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ തിയറീസും ഉണ്ടാക്കണം. എന്നാലേ ആ വസ്തുതകൾക്കൊരു അർത്ഥം വരുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോജിക്കിനെയാണ് the concept of inductivism എന്ന് പറയുന്നത്. So this logic of Comte is known as inductivism. Okay, ഇനി നമ്മൾ ഈ ഇൻഡക്റ്റീവ് മെത്തേഡ് അഥവാ സയന്റിഫിക് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും തമ്മിലുള്ള മെയിൻ വ്യത്യാസങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പൊ ഡിഡക്റ്റീവ് മെത്തേഡിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അരിസ്റ്റോട്ടലിനെ പറ്റി സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി. അരിസ്റ്റോട്ടലാണ് ഈ ഡിഡക്റ്റീവ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഗുണം എന്ന് വെച്ചാൽ എന്താണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന്, ഈ രണ്ട് മെത്തേഡ്സും എന്താണ്, അവരുടെ ഡെഫിനിഷൻ എന്താണ്, അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണ് ഈ മെത്തേഡ്സ് പറഞ്ഞു വെക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ കമ്പാരിസണിൽ കൂടി ഈ രണ്ട് മെത്തേഡ്സ് തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കമ്പാരിസൺ, ഒരു ടേബിൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് വെരി യൂസ്ഫുൾ, വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കാനായിട്ട്, എസ്പെഷ്യലി നമ്മൾ എക്സാം പ്രിപ്പയർ ഒക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്സിലെ.
So in inductive method makes many observations about nature and makes stronger statements about the theories and laws behind the functioning of nature. അതായത് നേച്ചറിനെ പറ്റി എന്താ പറയാ ഒരുപാട് ഒബ്സർവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒബ്സർവേഷനിൽ കൂടെ എന്താ പറയാ ആ ഒബ്സർവേഷൻസ് വെച്ചുകൊണ്ട് എന്താ പറയുക ഇൻഡക്റ്റീവ് മെത്തേഡിൽ നമുക്ക് വി ക്യാൻ മേക്ക് സ്ട്രോങ്ങർ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ തിയറീസ് ആൻഡ് ലോസ് ബിഹൈൻഡ് ദ ഫങ്ഷനിങ് ഓഫ് നേച്ചർ. അപ്പൊ അതാണ് ഇൻഡക്റ്റീവ് മെത്തേഡിൽ കൂടി ചെയ്യുന്നത്. ഇനി ഡിഡക്റ്റീവ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത്? Deductive method takes certain so-called true statements as their basis to prove other statements or theorems that provide logic to the latter. അപ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡില് നമ്മൾ ഒബ്സർവേഷനിൽ കൂടെ നമ്മൾ വസ്തുതകൾ കളക്ട് ചെയ്തിട്ട് ആ വസ്തുതകൾ വെച്ചാണ് നമ്മൾ സ്ട്രോങ്ങർ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ തിയറീസും ഒക്കെ ഉണ്ടാക്കുന്നത് നേച്ചറിന്റെ ഫങ്ഷനിങ്ങിനെ പറ്റി. എന്നാൽ ഡിഡക്റ്റീവ് മെത്തേഡിൽ അങ്ങനെയല്ല. ഡിഡക്റ്റീവ് മെത്തേഡിൽ ഈ ഒബ്സർവേഷന് പകരം ഡിഡക്റ്റീവ് മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത്? കുറച്ച് സോ കോൾഡ് ട്രൂ സ്റ്റേറ്റ്മെന്റ്സിനെ അങ്ങ് അസ്യൂം ചെയ്ത് വെക്കും. ആ ട്രൂ സ്റ്റേറ്റ്മെന്റ്സിന്റെ ബേസിസിലാണ് നമ്മൾ വേറെ സ്ട്രോങ്ങർ സ്റ്റേറ്റ്മെന്റ്സ് പ്രൂവ് ചെയ്യാനും അത് ഡിഫൈൻ ചെയ്യാനും അല്ലെങ്കിൽ തിയറീസ് ക്രിയേറ്റ് ചെയ്യാനുമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഒബ്സർവേഷൻ എന്നുള്ളൊരു പോയിന്റ് ഡിഡക്റ്റീവ് മെത്തേഡിൽ വരുന്നില്ല. അപ്പൊ അതാണ് ആ ഫസ്റ്റ് കമ്പാരിസണിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഒബ്സർവേഷൻ ഓഫ് നേച്ചർ ഇസ് the main operating tool in inductive method. If an idea is in conflict with what occurs in nature, then it is useless. അതായത് നമ്മൾ നേച്ചറിൽ നടത്തുന്ന ഒബ്സർവേഷൻ അല്ലെങ്കിൽ സമൂഹത്തിൽ നടത്തുന്ന ഒബ്സർവേഷനാണ് ഈ മെത്തേഡിന്റെ ഇൻഡക്റ്റീവ് മെത്തേഡിന്റെ മെയിൻ ഓപ്പറേറ്റിംഗ് ടൂൾ. അപ്പോൾ ഒരു ഐഡിയ ഇപ്പൊ നമ്മളുടെ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്ന ഒരു കോൺസെപ്റ്റ് ഈ ഒബ്സർവേഷനുമായിട്ട്, അതായത് നേച്ചറിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളുമായിട്ട് ആ ഐഡിയ കോൺഫ്ലിക്റ്റിലാണെങ്കിൽ ദെൻ ഇറ്റ് ഇസ് യൂസ്ലെസ് എന്നാണ് ഇൻഡക്റ്റീവ് മെത്തേഡിൽ അസ്യൂം ചെയ്യുന്നത്. എന്നാൽ ഡിഡക്റ്റീവ് മെത്തേഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ലോജിക് ഇസ് ദ മെയിൻ ഓപ്പറേറ്റിംഗ് ടൂൾ. അപ്പോൾ ഒബ്സർവേഷൻ അല്ല, ഇവിടെ ലോജിക് ആണ് മെയിൻ ഓപ്പറേറ്റിംഗ് ടൂൾ. ഇഫ് എൻ ഐഡിയ എമേർജസ് ലോജിക്കലി ഫ്രം ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ദെൻ ഇറ്റ് മസ്റ്റ് ബി ട്രൂ. അപ്പോൾ നമ്മൾ ഒബ്സർവേഷനിൽ കൂടെയാണ് നമ്മൾ എന്താ പറയാ ഒരു ഐഡിയയുടെ ഒരു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ അതിന്റെ വാലിഡിറ്റി നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡിൽ പ്രൂവ് ചെയ്യുന്നെങ്കിൽ ഡിഡക്റ്റീവ് മെത്തേഡിൽ അങ്ങനെയല്ല, ലോജിക് ആണ് അത് നിശ്ചയിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഇൻഡക്റ്റീവ് മെത്തേഡ് follows Combe's definitions on the scientific approach, എന്നാൽ deductive method follows Aristotelian logic of science. Techniques of mathematical logic are often applied and hence similarities with modern logicians. അപ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡിൽ കോംസിന്റെ ഡെഫിനിഷൻ ഓൺ സയന്റിഫിക് അപ്രോച്ച് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഡിഡക്റ്റീവ് മെത്തേഡിൽ നേരത്തെ പറഞ്ഞതുപോലെ അരിസ്റ്റോട്ടലിയൻ ലോജിക് ഓഫ് സയൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിന്റെ ബേസിസ്. അതുപോലെ തന്നെ ടെക്നീക്സ് ഓഫ് മാത്തമാറ്റിക്കൽ ലോജിക് are often applied and hence similarities with modern logicians. അപ്പോൾ മാത്തമാറ്റിക്കൽ ലോജിക് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് മോഡേൺ ലൊജീഷ്യൻസിന്റെ കോൺസെപ്റ്റ്സും ആർഗ്യുമെന്റ്സും തിയറീസും ഒക്കെ ആയിട്ട് വ്യൂസുമായിട്ട് ഈ ഡിഡക്റ്റീവ് മെത്തേഡിന് ഒരു സിമിലാരിറ്റി ഉണ്ട്. ഈ നെക്സ്റ്റ് പോയിന്റ്, സയൻസ് ബൈ ഡെഫിനിഷൻ ക്യാൻ ബി ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ. എന്നാൽ ഡിഡക്റ്റീവ് മെത്തേഡിലോ ദ പ്രോസസ് ഓഫ് സയൻസ് ക്യാൻ ബി ഡിഡക്റ്റീവ് ഇൻ നേച്ചർ. അപ്പോൾ ബൈ ഡെഫിനിഷൻ സയൻസ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ ആണ്. എന്നാൽ സയൻസിന്റെ പ്രോസസ്സ് ഡിഡക്റ്റീവ് ഇൻ നേച്ചർ ആണ്. അപ്പൊ സയൻസിന്റെ രണ്ട് സൈഡ്സിനെയാണ് ഈ രണ്ട് മെത്തേഡ്സ് കാണിക്കുന്നതെന്നാണ് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പോയിന്റ് ഓർത്ത് വെക്കുക. നമ്മൾ ഈ യൂണിറ്റ് മുന്നിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും സോഷ്യൽ സയൻസ് റിസർച്ചിൽ ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നതിന്റെ ഒരു മെയിൻ റീസൺ ആണ് നമ്മൾ ഇവിടെ കണ്ടത്. അതായത് സയൻസിന്റെ രണ്ട് പേർപ്പസസ് ആണ് ഈ രണ്ട് മെത്തേഡ്സും സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെത്തേഡാണ് ശരി എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. ഒരു മെത്തേഡ് സയൻസിന്റെ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിന്റെ ഒരു സൈഡ് നമുക്ക് കാണിച്ചു തരുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ മറ്റേ മെത്തേഡ് വേറൊരു വശം എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി കോംസിന്റെ ഇൻഡക്റ്റീവ് മെത്തേഡ്, ഓൾസോ നോൺ ആസ് ഇൻഡക്റ്റീവ് പോസിറ്റിവിസം ഓർ ദ 19th century positivism.
അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഇൻഡക്റ്റീവ് മെത്തേഡിനെ ഇൻഡക്റ്റീവ് പോസിറ്റിവിസം എന്നും വിളിക്കാം, അതുപോലെ തന്നെ 19th century പോസിറ്റിവിസം എന്നും വിളിക്കാം. Positivism of 20th century is much different than the 19th century positivist approach. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഇൻഡക്റ്റീവ് മെത്തേഡിനെ നമ്മൾ ഇൻഡക്റ്റീവ് പോസിറ്റിവിസം എന്ന് വിളിക്കാം. അതുപോലെ തന്നെ വെറും പോസിറ്റിവിസം എന്ന് വിളിക്കരുത്, 19th century പോസിറ്റിവിസം എന്നുള്ള ആ ടൈം ഫ്രെയിം നമ്മൾ കൃത്യമായിട്ട് പറയണം. കാരണം ലേറ്റർ പിന്നീട് വന്നിട്ടുള്ള പോസിറ്റിവിസ്റ്റിക് കോൺസെപ്റ്റ് അല്ലെങ്കിൽ പോസിറ്റിവിസം എന്നുള്ള ഐഡിയയിൽ ഒരുപാട് മാറ്റമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് 19th century പോസിറ്റിവിസം എന്ന് സ്പെസിഫൈ ചെയ്ത് വിളിക്കുന്നത്. ഓക്കെ, കോംസ് ഇൻഡക്റ്റീവ് പോസിറ്റിവിസം ഹാസ് 3 stages ഓഫ് എവല്യൂഷൻ. എന്താ പറയാ, ഈ ഇൻഡക്റ്റീവ് പോസിറ്റിവിസത്തിൽ കൂടി പറയുന്നത് സൊസൈറ്റിക്ക് 3 stages ഓഫ് എവല്യൂഷൻ ഉണ്ട് എന്നാണ്. എന്തൊക്കെയാണ് ആ 3 stages ഓഫ് എവല്യൂഷൻ നമുക്ക് നോക്കാം. First one is the age of religion, second one is the age of metaphysics, third one is the age of reason. അപ്പൊ ഈ 3 സ്റ്റെപ്സും ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ ഇൻഡക്റ്റീവ് പോസിറ്റിവിസം എന്നൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സൊസൈറ്റിക്ക് 3 സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ ഉണ്ട് എന്നാണ്. ഒന്ന് ഏജ് ഓഫ് റിലീജിയൻ ആണ്, 2 ഏജ് ഓഫ് മെറ്റഫിസിക്സ്. മെറ്റഫിസിക്സിനകത്ത് നമ്മൾ ഓർത്ത് വെക്കുക, മെറ്റഫിസിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ റിലീജിയനിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ സംസാരിച്ചല്ലോ, ലോജിക്കും റീസണിങ്ങും എന്നുള്ള ആ ഷിഫ്റ്റിന്റെ സമയമാണ് ഈ ഏജ് ഓഫ് മെറ്റഫിസിക്സ്. അത് കഴിഞ്ഞിട്ട് ദി ഏജ് ഓഫ് റീസൺ ബിഗിൻസ്. ഓക്കെ, ദിസ് വ്യൂ opposed notions professed by the church that society is in its most perfect form existed at the beginnings of creation and that humankind is going towards degeneration and the division of the world of Christians and non-Christians are equated with savages and non-humans. അപ്പോൾ നേരത്തെ നമ്മൾ കോംറ്റിന്റെ എന്താ പറയാ എവല്യൂഷൻ ഓഫ് സൊസൈറ്റിയെ പറ്റി സംസാരിക്കുകയുണ്ടായി അല്ലേ. എന്നാൽ ഇപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന നോഷൻസ് എന്താണ്? ഇപ്പോൾ കോംറ്റ് ഈ സയന്റിഫിക് അപ്രോച്ചിനകത്ത് സൊസൈറ്റിയുടെ എവല്യൂഷനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു ഓപ്പോസിറ്റ് വേർഷൻ ആണ് അതിന് മുമ്പ് ഉണ്ടായിരുന്നത് അല്ലേ. അതെന്തായിരുന്നു? ഇറ്റ് വാസ് പ്രൊഫസ്ഡ് ബൈ ദ ചർച്ച്. അതുപോലെ തന്നെ ആ നോഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോം തുടക്കത്തിലാണ് നിന്നിരുന്നത്. എന്നാൽ കോംറ്റ് പറയുന്നത് അങ്ങനെയല്ല, സൊസൈറ്റിയുടെ ബിഗിനിങ്ങിൽ അതിന്റെ ബേസിക് ഫോമാണ് ഉണ്ടാകുന്നത്, പിന്നീടാണ് അത് പുരോഗമിച്ച് ഇവോൾവ് ചെയ്ത് കോംപ്ലെക്സ് ആയി കുറെ കൂടി ലാർജർ ആയിട്ട് എന്താ പറയാ പടർന്ന് പന്തലിച്ച് വരുന്നതെന്നാണ് കോംറ്റ് പറയുന്നത്. എന്നാൽ എന്താ പറയുക, ഏജ് ഓഫ് റിലീജിയനുള്ള സമയത്ത് അങ്ങനെ അല്ല സൊസൈറ്റിയെ പറ്റിയിട്ടുണ്ടായിരുന്ന വ്യൂ. അപ്പൊ ഏജ് ഓഫ് റിലീജിയൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഈ നോഷൻസ് പ്രൊഫസ് ബൈ ദ ചർച്ച് എന്ന് പറയുന്നത് എന്താണ്? സൊസൈറ്റിയുടെ മോസ്റ്റ് പെർഫെക്റ്റ് ഫോം എന്ന് പറയുന്നത് ഏറ്റവും ബിഗിനിങ്ങിലാണ് ഉണ്ടായത്, പിന്നീട് സൊസൈറ്റിയുടെ ഡീജനറേഷൻ ആണ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ബിഗിനിങ്സ് ഓഫ് ക്രിയേഷനിലാണ് പെർഫെക്റ്റ് ഫോം ഉണ്ടായത് ആൻഡ് ദാറ്റ് ഹ്യൂമൻ കൈൻഡ് ഈസ് ഗോയിങ് ടുവേർഡ്സ് ഡീജനറേഷൻ and the division of the world of Christians and non-Christians are equated with savages and non-humans. അപ്പോൾ ക്രിസ്ത്യൻസ് ആൻഡ് നോൺ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ആ ഡിവിഷൻ, സൊസൈറ്റിയിലുള്ള ആ ഡിവിഷനെ എന്താ പറയാ സാവേജസ് ആൻഡ് നോൺ ഹ്യൂമൻസ്. സാവേജസ് എന്ന് പറയുന്നത് ക്രിസ്ത്യനും നോൺ ഹ്യൂമൻസ്, അതായത് മനുഷ്യരല്ലാത്ത ആൾക്കാരാണ് നോൺ ക്രിസ്ത്യൻസ് എന്നുള്ള രീതിയിലാണ് അന്ന് സമൂഹത്തിനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു നോഷനെ കംപ്ലീറ്റ്ലി ഒപ്പോസ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് കോംറ്റിന്റെ ഇൻഡക്റ്റീവ് പോസിറ്റിവിസം അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ 19th century പോസിറ്റിവിസം. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയൊരു എക്സസൈസ് ആണ് ഉള്ളത്. അപ്പൊ ഈ എക്സസൈസിൽ കൂടി നമ്മൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിനെ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യുകയും നമ്മൾ അതിന്റെ മുന്നിലേക്കുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മളെ കൊണ്ട് തന്നെ ചോദിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ റിഫ്ലക്ഷൻ എക്സസൈസ് നമുക്ക് യൂണിറ്റിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ objective of this exercise is to explore the foundational notions of Comte's inductive approach and debate of scientific method and 19th century sociology in general and find the gaps. അതായത് ഈ കോംറ്റിന്റെ ഇൻഡക്റ്റീവ് അപ്രോച്ചിന്റെ ഫൗണ്ടേഷണൽ നോഷൻസ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സയന്റിഫിക് മെത്തേഡ് എന്നുള്ള the debate of scientific method and 19th century sociology in general. 19th century sociology എങ്ങനെയാണ് സയന്റിഫിക് മെത്തേഡ് വന്നത്,
ആ കാലഘട്ടത്തിലുണ്ടായ മാറ്റങ്ങൾ, ഉണ്ടായിട്ടുള്ള കോൺസെപ്റ്റ്സ് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും, അതുപോലെ തന്നെ ആ സമയത്ത് ഉണ്ടായ ഈ കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് കുറച്ച് ഗ്യാപ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്താണ് ഈ ഗ്യാപ്സ് എന്ന് മനസ്സിലാക്കാൻ, അതിനെപ്പറ്റി ചിന്തിപ്പിക്കാനും കൂടിയിട്ടാണ് ഈ എക്സസൈസ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ എന്താണെന്ന് നോക്കാം. അപ്പൊ അതിനകത്ത് പാർട്ട് എയിൽ ചോദ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. Does COMT answer the question of why the laws of development governing the social world exist? അതായത് നമ്മൾ ലോസ് ഓഫ് ഡെവലപ്മെന്റിനെ പറ്റി സംസാരിക്കുകയുണ്ടായി. ആ ലോസ് ഓഫ് ഡെവലപ്മെന്റ് ഡിസ്കവർ ചെയ്യുകയാണ് സോഷ്യോളജിയുടെ ടാസ്ക് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ആ ലോസ് ഓഫ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യുക എന്നുള്ളതും പറയുകയുണ്ടായി. പക്ഷേ കോംപ്റ്റിറ്റ് ഈ നോഷൻസിനകത്ത് എന്തുകൊണ്ടാണ് ഈ ലോസ് ഓഫ് ഡെവലപ്മെന്റ് സോഷ്യൽ വേൾഡിനെ ഗവേൺ ചെയ്യുന്നതെന്ന് പറയുകയുണ്ടായോ? അങ്ങനെ ഒരു ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അതിനെ പറ്റിയിട്ട് കൂടുതൽ എക്സ്പ്ലനേഷൻസ് നമുക്ക് കോംപ്റ്റിന്റെ നോഷൻസ് നിന്ന് കിട്ടുന്നില്ല, അല്ലേ? ഡസ് ഹി അവോയ്ഡ് ആൻസറിങ് ദിസ് ക്വസ്റ്റ്യൻ? ഹി കൈൻഡ് ഓഫ് ഡസ്, അല്ലേ? അദ്ദേഹം അവോയ്ഡ് ചെയ്യുന്നതാണോ, അദ്ദേഹം അതിനെപ്പറ്റി അതിനകത്ത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു അസംഷനെ ബേസ് ചെയ്തിട്ട്, അദ്ദേഹത്തിന്റെ ഒരു മുൻധാരണ അല്ലെങ്കിൽ ഒരു മുൻവിധിയെ ബേസ് ചെയ്തിട്ടാണോ അത് പറഞ്ഞത്? അതുകൊണ്ടാണോ അദ്ദേഹം ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാത്തത്? വാട്ട് ഈസ് ദി ഇംപ്ലിക്കേഷൻ ഓഫ് അവോയ്ഡിങ് ദിസ് ക്വസ്റ്റ്യൻ? അപ്പൊ അത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഡസ് കോംറ്റ് സിംപ്ലി അസ്യൂം ദാറ്റ് ദ സോഷ്യൽ വേൾഡ് ഹാസ് എ റാഷണൽ ഓർഡർ which is over and above the capacity of human consciousness to change it? അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ചോദ്യമാണെങ്കിലും നമ്മളിപ്പോ ഇതിന് മുമ്പ് പാർട്ടിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഈ ക്വസ്റ്റ്യന്റെ ഒരു ഉത്തരവല്ലേ രണ്ടാമത്തെ ചോദ്യം, അല്ലേ? അതായത് കോംറ്റ് ഈ ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലോസ് ഓഫ് ഡെവലപ്മെന്റ് എന്തുകൊണ്ട് സൊസൈറ്റിയിലെ സോഷ്യൽ വേൾഡിനെ ഗവേൺ ചെയ്യുന്നു എന്നുള്ളത് കോംറ്റ് ആൻസർ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് അത് ആൻസർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോ രണ്ടാമത്തെ ചോദ്യം പക്ഷെ നമ്മൾ ലീഡ് ചെയ്യുന്നത് ആ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ്. അപ്പോ എന്തുകൊണ്ടായിരിക്കും കോംറ്റ് എക്സ്പ്ലനേഷൻ തരാത്തത്? കോംറ്റ് അസ്യൂം ചെയ്യുന്നത് സോഷ്യൽ വേൾഡിന് ഒരു റാഷണൽ ഓർഡർ ഉണ്ട് എന്നാണോ? അതുകൊണ്ടായിരിക്കാം അല്ലേ ചിലപ്പോ കോംറ്റ് ആ ഒരു ലോസ് ഓഫ് ഡെവലപ്മെന്റ് എന്തുകൊണ്ട് സോഷ്യൽ വേൾഡിനെ ഗവേൺ ചെയ്യുന്നു എന്ന് ആൻസർ ചെയ്യാത്തത്. ആ അസംഷൻ കൊണ്ടാണ്, ആ ഒരു മുൻധാരണ കൊണ്ടായിരിക്കാം ചിലപ്പോ അതിന് ആൻസർ ചെയ്യാതെ പോയത്, അല്ലെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാതെ പോയത്. അതുപോലെ തന്നെ ഈ റാഷണൽ ഓർഡർ നമ്മുടെ ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെക്കാട്ടിലും, നമ്മുടെ മനുഷ്യന്റെ ചിന്തയെക്കാട്ടിലും അല്ലെങ്കിൽ മനുഷ്യന്റെ തിങ്കിങ് കപ്പാസിറ്റിയെക്കാട്ടിലും മുകളിൽ നിൽക്കുന്നത് കൊണ്ടാണോ ആ റാഷണൽ ഓർഡറിനെ കോംറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാത്തത്, അല്ലെങ്കിൽ ആ റാഷണൽ ഓർഡറിനെ ഒരു സുപ്പീരിയർ പൊസിഷനിൽ വെച്ചിട്ട് ഈ ലോസ് ഓഫ് ഡെവലപ്മെന്റിനെ ഡിഫൈൻ ചെയ്യാൻ പോയത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡസ് ഹി അസ്യൂം ദാറ്റ് ദ യൂണിവേഴ്സ് ഹാസ് സം ഫോം ഓഫ് നാച്ചുറൽ ഓർഡർ ദാറ്റ് ആർ സോഷ്യോളജീസ് വി നീഡ് ടു ഡിസ്കവർ? അതോ അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഈ യൂണിവേഴ്സിനൊരു നാച്ചുറൽ ഓർഡർ ഉണ്ട്, ആ ഓർഡർ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ സോഷ്യോളജിസ്റ്റിന്റെ കടമയാണോ എന്നുള്ളതാണോ? ഇനി അതാണോ കോംപ്റ്റിന്റെ അസംഷൻസ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതൊന്നും ഈ ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന കോൺസെപ്റ്റ്സിൽ നിന്ന് നമ്മൾ അത് ആദ്യം ആ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക, അതിന്റെ ഡ്രോബാക്സ് എന്താണെന്ന് നമ്മളെ തന്നെ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. പാർട്ട് ബി ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ പാർട്ട് എ ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കുക. ഇനി പാർട്ട് ബി ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം എല്ലാ ചോദ്യങ്ങളും നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് എന്താണ് ഈ എക്സസൈസ് കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ എന്നുള്ളത് നമ്മളൊന്ന് ആ ഒരു ഒരു ആശയങ്ങളൊക്കെ ഒന്ന് ഗ്യാദർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോ ആ ആശയങ്ങൾ ഗ്യാദർ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഇതിന് ശേഷമുള്ള നമ്മുടെ ടോപ്പിക്സിനെ അത് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി പാർട്ട് ബി ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. പാർട്ട് ബി ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ ചോദ്യം: Do you think facts are self-evident things? Is it not the case that what I consider as a fact, you may interpret to be something else? അതായത് നമ്മൾ ഒബ്സർവേഷൻസ് കൂടി നമ്മൾ ഫാക്ട്സ് എന്താണെന്ന് കണ്ടെത്തുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ടെത്തുന്ന ഫാക്ട്സും നിങ്ങൾ കണ്ടെത്തുന്ന ഫാക്ട്സും തമ്മിൽ വ്യത്യാസം വരില്ലേ? അതായത് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ എന്തെങ്കിലും ഒരു പ്രോസസ്സിനെയോ ഞാൻ ഒബ്സർവ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു മനസ്സുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു മൈൻഡ് ഉണ്ട്. ആ മൈൻഡിന് പല മുൻധാരണകളും, പല അസംഷൻസും, പല സബ്ജക്റ്റിവിറ്റീസും എല്ലാം ഉണ്ട്, അല്ലേ? അപ്പോ
അത് വെച്ചിട്ടാണല്ലോ നമ്മുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു തിങ്കിങ് കപ്പാസിറ്റി വെച്ചിട്ടാണ് നമ്മള് എന്താ പറയാ, സൊസൈറ്റിയിലെ ഈ വസ്തുതകൾ, ഈ ഫാക്ട്സ് നമ്മള് ഒബ്സർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഫാക്ട്സ് കളക്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ കളക്ട് ചെയ്യുന്ന ഫാക്റ്റും ഇപ്പൊ നിങ്ങൾ കളക്ട് ചെയ്യുന്ന ഫാക്ട്, നിങ്ങളൊരാള് കളക്ട് ചെയ്യുന്ന ഫാക്ട്സും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? അപ്പോ അപ്പൊ ആ ഫാക്ട്സ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഓക്കെ, ആ ഫാക്ട്സ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. വളരെ സെയിം ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഓക്കെ. ആഹ് എന്താ പറയാ, ഇന്ന മരത്തിന്റെ ഇല പച്ചയാണ്. ഇപ്പൊ പ്ലാവിന്റെ ഇല അല്ലെ? പ്ലാവിന്റെ മരത്തിൽ നിൽക്കുമ്പോൾ ഉള്ള ഇല എന്ന് പറയുന്നത്, ഫ്രഷ് ആയിട്ടുള്ള ഇലയുടെ നിറം എന്ന് പറയുന്നത് പച്ചയാണ്. അതൊരു വസ്തുതയാണ്. പക്ഷേ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ്, ആ ഫാക്ട്സിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ, കാരണം അത് മരത്തിൽ നിൽക്കുമ്പോഴാണ് അതിന് പച്ച നിറം. അത് കഴിഞ്ഞ് ആ ഇല അവിടെ നിന്ന് മരത്തിൽ നിന്ന് എന്താ പറയാ, പഴയതാവുമ്പോൾ, പഴുക്കുമ്പോൾ അതിന് മഞ്ഞ നിറമാവും, അത് കൊഴിയുമ്പോൾ അത് ബ്രൗൺ ആവും. പക്ഷേ ഈ ഫാക്റ്റിനെ നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നെന്ന് പോലെ ഇരിക്കും അല്ലെ? അപ്പൊ അത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ അത് വ്യത്യാസം ഉണ്ടാവില്ലേ? അവിടെയാണ് പ്രശ്നം. അപ്പോ ഞാനിപ്പോ പറയാണ് പ്ലാവിന്റെ ഇലയുടെ നിറം പച്ചയാണെന്ന്. പക്ഷെ വേറൊരാള് ഇത് പ്ലാവിന്റെ ഇല കിളിർത്ത് വന്നതിൽ നിന്ന് അവസാനം വരെ ഒബ്സർവ് ചെയ്ത ഒരാള് പറയുകയാണ്, ഇല്ല, പ്ലാവിന് പല നിറങ്ങളുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജ് മാത്രം, ഇപ്പൊ പഴുത്തിരിക്കുന്ന സമയത്താണ് പ്ലാവിന്റെ ഇല അയാൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ പറയും, പ്ലാവിന്റെ ഇലയുടെ നിറം പച്ചയല്ല, മഞ്ഞയാണ്. അപ്പം ഫാക്ട്സിനകത്ത് തന്നെ അവിടെ കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പൊ ആ ഫാക്ട്സിനെ നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതിനകത്ത് വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഡസ് ഓർ ഡസ് നോട്ട് കോംസ് പോസിറ്റിവിസം ടെൽ us how to identify a fact in the first place? അവിടെയാണ് പ്രശ്നം. എങ്ങനെയാണ് ഫാക്ട് ഐഡന്റിഫൈ ചെയ്യുക? ഫാക്ട് ഐഡന്റിഫൈ ആണ്, പ്ലാവിന്റെ ഇന്ന സമയത്തുള്ള ഇലയുടെ നിറം ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് പറയുവാണെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും ഒരേ ഫാക്ട് കിട്ടും. പച്ചയാണ്, അല്ലെങ്കിൽ മഞ്ഞയാണ്, അല്ലെങ്കിൽ അത് കൊഴിഞ്ഞു പോകുമ്പോൾ അതിന്റെ നിറം ബ്രൗൺ ആണ് എന്ന് മനസ്സിലാവും. പക്ഷേ കോംറ്റിന്റെ ഐഡിയ ഓഫ് പോസിറ്റിവിസം നമ്മളോട് അങ്ങനെ ഒരു കാര്യം സ്പെസിഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? ഈ അടുത്ത ചോദ്യം എന്താണ്? ഹൗ ആർ വി അറൈവ് അറ്റ് എ കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഈസ് ഓർ വാട്ട് ഈസ് നോട്ട് എ ഫാക്ട്? അവിടെയാണ് പ്രശ്നം. എന്താണ് ഫാക്ട്, എന്തല്ല ഫാക്ട് എന്നുള്ളതിനെ പറ്റി ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരിക? അപ്പൊ അവിടെ കോംറ്റിന്റെ ഇൻഡക്റ്റീവ് പോസിറ്റിവിസം, അല്ലെങ്കിൽ കോംറ്റിന്റെ 19th century പോസിറ്റിവിസത്തിനകത്ത് ഒരു ഗ്യാപ്പ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? Do the answers to the above questions imply that if facts have to be interpreted and not simply discovered to be facts, it is obvious that we tend to make subjective judgment? Would you say that it is not possible to theorize on the basis of such a non-scientific method of inquiry? അപ്പോൾ അവിടെ ആ ഒരു പ്രോബ്ലം വന്നല്ലോ, നമ്മൾ ഈ ഫാക്ട്സ് എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഫാക്ട്സ് ചുമ്മാ നമ്മൾ ഡിസ്കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിന് വലിയ അർത്ഥമില്ല. അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ്, ഓരോ ആളുകളുടെയും മനസ്സിനകത്തുള്ള അസംഷൻസും എന്താ പറയാ, മുൻവിധികളും ധാരണകളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇങ്ങനെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് യൂസ്ലെസ് ആണോ? എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി നമുക്ക് നോക്കാം ഈ എക്സസൈസിൽ നിന്ന് എന്തൊക്കെയാണ് ഇൻഫറൻസസ് കിട്ടുന്നതെന്ന്. അപ്പോ ഒന്നാമത്തെ ഇൻഫറൻസ് എന്ന് പറയുന്നത്, ഹൗ ഡസ് വൺ ഐഡന്റിഫൈ എ സോഷ്യൽ ഫാക്ട് ആൻഡ് ഹൗ ഇസ് ഇറ്റ് ദ സെയിം ഓർ ഡിഫറെന്റ് ഫ്രം എ നാച്ചുറൽ ഫാക്ട്? ഇപ്പോ പ്ലാവിന്റെ ഇലയുടെ കാര്യം ശരിയാണ്, നമുക്ക് കുറെ കൂടെ പ്രോപ്പർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, പ്ലാവിന്റെ ഇല ഫ്രഷ് ആയിട്ട് മരത്തിൽ നിൽക്കുന്ന സമയത്ത് പച്ചയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ടൈമും കാര്യങ്ങളും ഒക്കെ സ്പെസിഫൈ ചെയ്താൽ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ആ ഒബ്സർവേഷനിൽ കൂടെ കൃത്യമായിട്ടുള്ള ഒരു ഫാക്ട് കിട്ടാം. അപ്പൊ അവിടെ ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് അങ്ങനെ നമ്മൾ ആ ഒരു ടൈമിങ്ങും നമ്മൾ അതിനെ കുറച്ചുകൂടെ നാരോ ഡൗൺ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടാം എന്ന് പറയാം. പക്ഷെ അതൊരു നാച്ചുറൽ ഫാക്റ്റ് ആണ്. ഇപ്പൊ സൂര്യൻ കിഴക്കൊതിക്കുന്നു എന്ന് പറയുന്ന പോലെ അതൊരു നാച്ചുറൽ ഫാക്റ്റ് ആണ് അല്ലെ? പക്ഷേ സോഷ്യൽ ഫാക്റ്റ് നമുക്ക് അളന്ന് മുറിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ അതിന് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുടെയും കൂടെ സഹായം ആവശ്യമുണ്ടെന്നാണ് അർത്ഥം.
ഇനി രണ്ടാമത്തെ ഇൻഫറൻസ് എന്താണ്? The issues arise due to the assumption that natural sciences and social sciences have some common fundamental principles. അതായത് in science, the objects of study have a definite material existence. അതാണ് ഇപ്പൊ പ്ലാവിന്റെ ഇല എന്ന് പറയുന്നത് ഇന്ന കാലഘട്ടം തൊട്ട് ഇന്ന കാലഘട്ടം വരെ ഉള്ള അതിന്റെ എക്സിസ്റ്റൻസ്, ആ പച്ചനിറം, ആ ഫ്രഷ് പച്ചനിറം ഉള്ള സമയം എന്ന് പറയുന്നത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ആ സമയത്തിനെയും എല്ലാത്തിനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനൊരു വളരെ കൃത്യമായിട്ടുള്ള ഒരു മെറ്റീരിയൽ എക്സിസ്റ്റൻസ് ഉണ്ട്. മെറ്റീരിയൽ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട് അല്ലേ? ആ ഇല എന്ന് പറയുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. നമുക്ക് അതിന്റെ എന്താ പറയാ നിറം ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ആ നിറമായിരിക്കും നമുക്ക് വളരെ കൃത്യമായി ഒബ്സർവ് ചെയ്യാൻ പറ്റും. എന്നാൽ സോഷ്യൽ ഫാക്ടിനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? സോഷ്യൽ സയൻസിൽ നമുക്ക് അങ്ങനെയുള്ളൊരു മെറ്റീരിയൽ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രിസിഷൻ, അത്രയും കൃത്യത നമുക്ക് സോഷ്യൽ ഫാക്ട്സ് നമുക്ക് കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ in science, the objects of study have a definite material existence, whereas in social science, humans and human behavior are the material of study. അല്ലേ? പ്ലാവിന്റെ ഇലയെ പറ്റി അല്ല നമ്മൾ സോഷ്യൽ സയൻസ് പഠിക്കുന്നത്, മനുഷ്യന്റെ ബിഹേവിയറിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ബട്ട് ദി ഒബ്സർവേഷൻ ഓഫ് ബിഹേവിയർ ഫ്രം ഔട്ട്സൈഡ് yields only very little knowledge about the explanation of that behavior. അല്ലേ? അപ്പൊ നമ്മൾ ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റി നമ്മൾ എന്താ പറയാ നമ്മൾ പുറത്തു നിന്ന് അത് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബിഹേവിയറിനെ പറ്റി വളരെ കുറച്ചൊരു എന്താ പറയാ എക്സ്പ്ലനേഷനെ കിട്ടുന്നുള്ളൂ. അപ്പൊ അവിടെയാണ് ഈ നമ്മൾ സയൻസ് പോലെ തന്നെയാണ് സോഷ്യൽ സയൻസ് എന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം. The existence of a rationally deductive objective reality is philosophically linked to the notion of duality, which is exemplified in the philosophical notions of René Descartes, also known as Cartesian duality. ഇവിടെയാണ് കാർട്ടേഷ്യൻ ഡുവാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ കാർട്ടേഷ്യൻ ഡുവാലിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കും. ഈ കാർട്ടേഷ്യൻ ഡുവാലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് റെനെ ഡെസ്കാർട്ടസ് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ആണ്. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് കാർട്ടേഷ്യൻ ഡുവാലിറ്റിയെ പറ്റി സംസാരിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റെനെ ഡെസ്കാർട്ടസ് എന്ന് പറയുന്ന ഫിലോസഫർ ഒരു ഫ്രഞ്ച് ഫിലോസഫർ ആയിരുന്നു. ഫ്രഞ്ച് ഫിലോസഫറും അതുപോലെ തന്നെ മാത്തമാറ്റീഷ്യനും ആയിരുന്നു. ഓക്കെ, ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ തിങ്കേഴ്സ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററിയുമാണ്. അദ്ദേഹം വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു തിങ്കർ ആയിരുന്നു. അപ്പോൾ എന്താണ് കാർട്ടേഷ്യൻ ഡുവാലിറ്റി, അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ഓഫ് കാർട്ടേഷ്യൻ ഡുവാലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. Cartesian duality presupposes the division between the outer objective reality of the phenomenon and the inner subjectivity of the observer. അതായത് ഒരു ഫിനോമിനൻ, ഒരു സംഭവം നമ്മുടെ മുമ്പിൽ നടക്കുമ്പോൾ അതിനൊരു ഔട്ടർ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ട്. അതായത് പുറത്തു നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഒരു ട്രൂത്ത് അല്ലെ, ആ ട്രൂത്ത് അല്ലെങ്കിൽ വളരെ നമുക്ക് ആ ഒരു എന്താ പറയാ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയാ സംഭവിച്ച ഒരു കാര്യം അല്ലെ. അപ്പൊ ആ ട്രൂത്ത്, സംഭവിച്ച ആ ട്രൂത്ത്, ദാറ്റ് ഹാപ്പൻ ട്രൂത്ത്, അതാണല്ലോ റിയാലിറ്റി. അപ്പൊ ഈ റിയാലിറ്റി, അപ്പൊ ആ ഒരു ഔട്ടർ ഒബ്ജക്റ്റീവ് റിയാലിറ്റിയും ഉണ്ട്. എന്നാൽ ഇത് ഒബ്സർവ് ചെയ്യുന്ന ആ ഒബ്സർവറിന് ഒരു എന്താ പറയുക ഇന്നർ സബ്ജക്റ്റിവിറ്റിയും ഉണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും നമ്മൾ രണ്ടായിട്ട് കാണണം എന്നാണ് കാർട്ടേഷ്യൻ ഡുവാലിറ്റി പ്രപ്പോസ് ചെയ്യുന്നത്. ഫോർ എ സയന്റിഫിക് ഒബ്സർവേഷൻ ദീസ് ടു മസ്റ്റ് റിമെയിൻ സെപ്പറേറ്റ് ആൻഡ് ദി ഒബ്ജക്റ്റീവ് വേൾഡ് ഷുഡ് ഹാവ് എ റാഷണൽ റിയാലിറ്റി സിമിലർ ടു ദ മാത്തമാറ്റിക്കൽ ട്രൂത്ത്. ഇൻ സിമ്പിൾ ടേംസ്, ഇതിന്റെ സിമ്പിൾ ആയിട്ട് ഇതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ Descartes described the entire substance in the world in a mind-matter duality. അതായത് മാറ്റർ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു വസ്തുവാണ് അല്ലെ. അപ്പൊ ആ വസ്തുവിന് നമുക്ക് ബാഹ്യമായിട്ട് കാണാൻ കഴിയുന്ന, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോ എന്താ പറയാ ഫോർ എക്സാമ്പിൾ എന്റെ തലമുടിയുടെ നിറം ഞാൻ നീല കളർ അടിച്ചിരിക്കുവാണ്. അത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്റെ തലമുടിയുടെ നിറം നീലയാണ്, നീല കളർ അടിച്ചിരിക്കുകയാണ് അതിന് എന്റെ തലമുടിക്ക് എന്നുള്ളത്.
പക്ഷേ നിങ്ങളത് ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നിങ്ങളുടെ ഇന്നർ സബ്ജക്റ്റിവിറ്റി വെച്ചിട്ട് നിങ്ങളതിനെ പല രീതിയിലും നിങ്ങൾക്കതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഇയാൾക്ക് തല നീല നിറം ഇയാൾ അടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ ആൻസർ നിങ്ങളുടെ ഇന്നർ സബ്ജക്റ്റിവിറ്റി അനുസരിച്ചായിരിക്കും നിങ്ങൾ ഓരോരുത്തരും അത് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലേ? അപ്പോ ആ ഡ്യുവാലിറ്റിയാണ്, ആ മൈൻഡ് മാറ്റർ ഡ്യുവാലിറ്റി. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വസ്തു ഇപ്പോ എന്താണ് ഇന്ന വസ്തു എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രതിഭാസം, വളരെ ഇതായിട്ടുള്ള ഒരു പ്രതിഭാസം നമ്മൾ കാണുകയാണ്. അത് ഓക്കെ, അതിങ്ങനെ സംഭവിച്ചു. പക്ഷെ അത് നമുക്ക് മാറ്ററായിട്ട്, നമുക്ക് ഒരു വസ്തുവായിട്ട് അല്ലെങ്കിൽ ഒരു വസ്തുതയായിട്ട് നമുക്ക് പുറത്തു നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ആ സംഭവത്തിനെ അല്ലെങ്കിൽ ആ വസ്തുവിനെ അല്ലെങ്കിൽ വസ്തുതയെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആള് അദ്ദേഹത്തിന്റെ മനസ്സിലെ അസംഷൻസും കോൺസെപ്റ്റ്സും ചിന്താഗതിയും എല്ലാം കൂടി, അല്ലെ, നമ്മുടെ മുൻധാരണകളും എൻ്റെ മൈൻഡ് സെറ്റും എൻ്റെ ചിന്താഗതിയും എല്ലാം കൂടി വെച്ചിട്ടാണ് നമ്മൾ ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ സംഭവത്തിനെ അല്ലെങ്കിൽ ആ വസ്തുതയെ നമ്മൾ ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുക. ഓക്കെ, ആ മൈൻഡ് മാറ്റർ ഡ്യുവാലിറ്റിയാണ് കാർട്ടീഷ്യൻ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്. ഡിസ്കാർട്ടസ് സ്കൂൾ ഓഫ് തോട്ട് ഇസ് ഓൾസോ നോൺ ആസ് ദ റാഷണലിസ്റ്റ് സ്കൂൾ. ഈ റാഷണലിസ്റ്റ് സ്കൂളിൽ ഈ സ്കൂൾ ഓഫ് തോട്ടില് വേറെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന തിങ്കേഴ്സ് ആണ് സ്പിനോസ അല്ലെങ്കിൽ ലേബ്നിസ് എന്ന് പറയുന്നവരൊക്കെ. അപ്പൊ ഈ പേരുകളും അവരുടെ ആ ഒരു കാലഘട്ടങ്ങളും ഒക്കെ, അവർ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളും ഒക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് വീണ്ടും ഒരു റിഫ്ലക്ഷൻ ആൻഡ് ആക്ഷൻ ഇപ്പോൾ ഈ യൂണിറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിഫ്ലക്ഷൻ ആൻഡ് ആക്ഷന്റെ ഒബ്ജക്റ്റീവ്, ഈ ഒരു എക്സസൈസിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. ടു എക്സ്പ്ലോർ ദി ഇഷ്യൂ ഓഫ് ബീങ് അൺഏബിൾ ടു ഐഡന്റിഫൈ ദ വാലിഡിറ്റി ഓഫ് തിയറീസ് ആസ് ദേ ആർ മിയർലി ബേസ്ഡ് ഓൺ എ കളക്ഷൻ ഓഫ് ഫാക്ട്സ് ദാറ്റ് ആർ ചോസൺ ഓൺ ദ ബേസിസ് ഓഫ് അവർ subjective judgments, and hence it does not lead to a valid knowledge production process. അപ്പോൾ നമ്മൾ ഇൻഡക്റ്റീവ് പോസിറ്റിവിസത്തിൽ അല്ലെങ്കിൽ 19th സെഞ്ചുറി പോസിറ്റിവിസത്തിൽ, കോംപ്റ്റന്റെ ഇൻഡക്റ്റീവ് പോസിറ്റിവിസം, ആ മെത്തേഡിൽ നമ്മൾ എന്താ പറയുക, സമൂഹത്തിൽ അല്ലെങ്കിൽ നേച്ചറിൽ നമ്മൾ ഒബ്സർവ് ചെയ്തെടുക്കുന്ന കുറെ ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ തിയറീസും കോൺസെപ്റ്റ്സും ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിനകത്തുള്ള ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമ്മൾ വളരെ എന്താ പറയുക, നമ്മൾ കളക്ട് ചെയ്യുന്ന ഈ ഫാക്ട്സ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന നമ്മളുടെ സബ്ജക്റ്റിവിറ്റി വെച്ചിട്ടാണ്, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ അതിനെ വെച്ച് നമ്മളൊരു തിയറിയോ അല്ലെങ്കിൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റോ ഉണ്ടാക്കുമ്പോൾ അതിന് എത്രത്തോളം വാലിഡിറ്റി ഉണ്ടാവും, അത് വാലിഡ് ആണോ? അപ്പൊ അതൊരു വലിയൊരു ഡ്രോബാക്ക് ആണല്ലോ ഈ കോൺസെപ്റ്റിന്റെ. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുക, അപ്പൊ അതിനെ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുക, അതിനെ നമുക്ക് എങ്ങനെ ചോദ്യം ചെയ്ത് എങ്ങനെ നമുക്ക് മുന്നോട്ട് ആലോചിക്കാം എന്നുള്ളതാണ് ഈ ഒരു എക്സസൈസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു കോമൺ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ, ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പോലെ, ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് മെൻ ആർ സോഷ്യലി സുപ്പീരിയർ ടു വിമൻ. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ആരുടെ സ്റ്റേറ്റ്മെന്റ് ആണെന്നോ എന്താണെന്നോ ഒന്നുമില്ല. അപ്പൊ അതൊരു എന്താ പറയാ, ഏതെങ്കിലും ഒരു ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ട് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ എന്താണ്? ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് മെൻ ആർ സോഷ്യലി സുപ്പീരിയർ ടു വിമൻ. അതായത് പുരുഷന്മാർ സ്ത്രീകളെക്കാട്ടിലും സോഷ്യലി, സമൂഹത്തില് സ്ത്രീകളെക്കാട്ടിലും സുപ്പീരിയർ ആണ് എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. അതിനെ ബേസ് ചെയ്തിട്ട് ഈ പാർട്ട് സി ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ആൻസർ ചെയ്യാൻ നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? ഓൺ വാട്ട് എവിഡൻസ് വുഡ് യു ബേസ് യുവർ ജഡ്ജ്മെന്റ് ദാറ്റ് ദിസ് ഇസ് അല്ലെങ്കിൽ ദിസ് ഇസ് നോട്ട് ദ കേസ്? അപ്പൊ ഇതിനെ രണ്ട് രീതിയിലും നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് രണ്ട് രീതിയിലും വേണമെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഇതിന് വേണ്ടി എവിഡൻസ് കളക്ട് ചെയ്യുക? ഇപ്പോൾ മെൻ ആർ സോഷ്യലി സുപ്പീരിയർ ടു വിമൻ എന്ന് പറയുന്ന ഫാക്റ്റിനെ എഗ്രി ചെയ്യുക അല്ലെങ്കിൽ അത് സത്യമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യണം, അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സാമ്പിൾസ് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് എടുത്തു വേണമെങ്കിൽ പറയാം മെൻ ആർ സോഷ്യലി സുപ്പീരിയർ ടു വിമൻ എന്നുള്ളത്. എന്നാൽ അങ്ങനെ അല്ല, മെൻ ആർ നോട്ട് സോഷ്യലി സുപ്പീരിയർ ടു വിമൻ എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസും നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് എക്സാമ്പിൾസ് വെച്ച് നമുക്ക് അഡ്വക്കേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അത് വാദിക്കാൻ പറ്റും. ഓക്കെ,
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആർ യു ഏബിൾ ടു എക്സ്പ്ലെയിൻ ദിസ് ഫാക്ട് ഇൻ അനദർ മാനർ? ഇഫ് യെസ്, ഹൗ? ഈ ഫാക്റ്റിനെ ഇങ്ങനെ അല്ലാതെ വേറെ രീതിയിൽ കൂടി നമുക്കത് പറയാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതായത് ഈ ഫാക്ടിന്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ, രണ്ട് സൈഡ്. ഒന്നെന്ന് പറയുന്നത് മെൻ ആർ സോഷ്യലി സുപ്പീരിയർ ടു വിമൻ, അത് യെസ് ഓർ നോ. അപ്പൊ യെസ് എന്ന് പറയുന്ന ഒരു സൈഡ്, നോ എന്ന് പറയുന്നത് മറ്റേ സൈഡ്. അപ്പൊ ഇതിനെ വേറെ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക? ഇപ്പൊ മെൻ, ഇപ്പോ എന്താ പറയാ, സൊസൈറ്റിയിൽ പല സ്ഥലത്തും ജെൻഡർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സോഷ്യൽ സുപ്പീരിയോറിറ്റി ഓരോ സാഹചര്യങ്ങളനുസരിച്ചും മാറുന്ന ഒരു കാര്യമാണ്, അല്ലേ? അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തൂടെ? ഇൻസ്റ്റെഡ് ഓഫ് നമ്മളിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പറയുന്നതിന് പകരം സർട്ടൻ സിറ്റുവേഷൻസ്, ഇപ്പൊ പല സമൂഹത്തിലും, ഓരോ സമൂഹത്തിലും പല പ്രാക്ടീസസ് ആണ്. അപ്പൊ ഇന്ന സമൂഹത്തിൽ ഇന്ന സന്ദർഭത്തിൽ മെൻ ആർ സോഷ്യലി സുപ്പീരിയർ ടു വിമൻ ഇന്ന കാരണങ്ങളാൽ. എന്നാൽ അതേ സമൂഹത്തിൽ തന്നെ ഇന്ന കാരണങ്ങൾ കൊണ്ട് വേറൊരു സിറ്റുവേഷനും വിമൻ ആർ സോഷ്യലി സുപ്പീരിയർ ടു മെൻ എന്ന് പറയാം. അതുപോലെ തന്നെ അതേ കാര്യം തന്നെ വേറൊരു സൊസൈറ്റിയിൽ വേറൊരു രീതിയിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെ? ഇനി അടുത്ത ചോദ്യം എന്താണ്? സജസ്റ്റ് ഹൗ ഇസ് ഇറ്റ് പോസിബിൾ ടു മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ദ ഫാക്ട്? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എന്താ പറയുക, ഈ ഫാക്ട്സിനെ ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻസിൽ കൂടുതൽ, അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുക? അതിനെങ്ങനെ നമ്മൾ വേർതിരിച്ച് കാണും? അതിനെ എങ്ങനെയായിരിക്കും നമുക്ക് വേർതിരിക്കാൻ പറ്റുക? ആ ചോദ്യം നമ്മൾ മനസ്സിൽ വെക്കുക. ഇനി നമ്മൾ പാർട്ട് ഡി ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. അപ്പൊ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് പാർട്ട് ഡി ക്വസ്റ്റ്യൻസ് നമ്മൾ അഡ്രസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ അത് ഡീൽ ചെയ്യാന്നുള്ളത്. ഓക്കെ, പാർട്ട് ഡി ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എ സോഷ്യോളജിസ്റ്റ് അഗ്രീസ് വിത്ത് ദ ഫാക്ട് സ്റ്റേറ്റഡ് അബവ്, വാട്ട് sort of theory would she or he develop to explain the relationship between superior social status and gender? അപ്പോ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? മെൻ ആർ സോഷ്യലി സുപ്പീരിയർ ടു വിമൻ എന്നുള്ളത്, അല്ലേ? അപ്പൊ അത് അഗ്രി ചെയ്യുന്ന ഒരു സോഷ്യോളജിസ്റ്റ് വാട്ട് സോർട്ട് ഓഫ് തിയറി വുഡ് ഷീ ഓർ ഹി ഡെവലപ്പ് ടു എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സുപ്പീരിയർ സോഷ്യൽ സ്റ്റേറ്റസ് ആൻഡ് ജെൻഡർ? എങ്ങനത്തെ തിയറി ആയിരിക്കും ഉണ്ടായിരിക്കുന്ന? പറയും, നമ്മളിപ്പോ സമൂഹത്തില് പുരുഷന്മാർക്ക് ഇന്ന കാരണങ്ങളാൽ സുപ്പീരിയോറിറ്റി ഉണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പല ഇപ്പൊ എന്താ പറയാ, പേട്രിയാർക്കൽ സൊസൈറ്റീസിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ പുരുഷന്മാർക്കായിരിക്കും സ്ത്രീകളെക്കാട്ടിലും കൂടുതൽ സോഷ്യൽ സുപ്പീരിയോറിറ്റി ഉണ്ടാവുന്നത്. അപ്പൊ ആ എക്സാമ്പിൾസ് എല്ലാം കൂടി വെച്ച് നമുക്ക് പറയാം, അപ്പൊ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ സോഷ്യൽ സ്റ്റേറ്റസ് പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാട്ടിലും കൂടുതൽ സൊസൈറ്റിയിൽ ഉള്ളത്. അപ്പൊ ജെൻഡർ അനുസരിച്ച് നമ്മൾ ആ ഒരു സാധനം പ്രൂവ് ചെയ്തു. എന്നാൽ ഇഫ് എ സോഷ്യോളജിസ്റ്റ് ഡസ് നോട്ട് അഗ്രി വിത്ത് ദ ഫാക്ട് സ്റ്റേറ്റഡ് അബവ്, വാട്ട് സോർട്ട് ഓഫ് തിയറി വുഡ് ഷീ ഓർ ഹി ഡെവലപ്പ് ടു എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സുപ്പീരിയർ സോഷ്യൽ സ്റ്റേറ്റസ് ആൻഡ് ജെൻഡർ? അതായത് ഈ ഒരു വസ്തുത, ഇപ്പൊ നേരത്തെ പറഞ്ഞ മെൻ ആർ സോഷ്യലി സുപ്പീരിയർ ടു വിമൻ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എഗ്രി ചെയ്യാത്തൊരു സോഷ്യോളജിസ്റ്റ് ആണെങ്കിൽ ഇതിന് നേരെ വിപരീതമായിട്ടുള്ള വസ്തുതകളായിരിക്കും പറയുക. ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻസിൽ ഇതേ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നേരെ വിപരീതമായിട്ടുള്ള വസ്തുതകൾ വെച്ചിട്ടായിരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെ? അപ്പൊ അതെന്തൊക്കെയായിരിക്കാം? അത് നമുക്ക് പറയാം. പല സമൂഹത്തിലും പേട്രിയാർക്കി എന്നുള്ളൊരു ഇത് കുറവായിട്ട് നിൽക്കുന്ന സമൂഹത്തില്, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പല സോഷ്യൽ സിറ്റുവേഷൻസിലും ഇപ്പൊ സ്ത്രീകൾക്ക് മുൻഗണനയുള്ള, ഇപ്പൊ എന്താ പറയാ, മേട്രിയാർക്കൽ സൊസൈറ്റീസ് ഉണ്ട്, അല്ലെ? മേട്രിയാർക്കൽ സൊസൈറ്റീസ് സ്ത്രീകൾക്കാണ് മുൻഗണന ഉള്ളത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പൊ അവിടെ ആവുമ്പോൾ പല മേട്രിയാർക്കൽ സൊസൈറ്റീസിലും സ്ത്രീകളാണ് സോഷ്യലി സുപ്പീരിയർ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നും നമുക്ക് വാദിക്കാൻ കഴിയും, അല്ലേ? How can we show that the theory developed in the first is more or less valid than the one developed in the second? അപ്പൊ ഈ ഒരു ചോദ്യം കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ മനസ്സിനെ ഒന്ന് കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഇപ്പൊ ആദ്യത്തെ തിയറിയിൽ, ഇപ്പൊ ആദ്യം നമ്മളൊരു തിയറി ഉണ്ടാക്കിയല്ലോ, അതായത് ഈ സ്റ്റേറ്റ്മെന്റ് എഗ്രി ചെയ്തുകൊണ്ട്, പിന്നെ എഗ്രി ചെയ്യാതെ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാക്കി. ഇതില് ഒരു തിയറി മറ്റേതിനെക്കാട്ടിലും വാലിഡ് ആണെന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഈ ചോദ്യങ്ങള്, ഈ പാർട്ട് സിയിലെയും പാർട്ട് ഡിയിലെയും ചോദ്യങ്ങള് നിങ്ങൾക്ക് തന്നിരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒബ്സർവേഷൻ
എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഒബ്സർവേഷൻ നടത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഒബ്സർവേഷനിൽ കൂടി നമുക്ക് കിട്ടുന്ന ഫാക്ട്സിന്റെ വാലിഡിറ്റി ഇല്ലാതാവാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒബ്സർവേഷൻ ഓഫ് ഫാക്ട്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനാണ്. അപ്പോൾ നമ്മൾ ഓരോ രീതിയിലും നമ്മൾ ഫാക്ട്സ് ഒബ്സർവ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല തിയറിയാണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ വാലിഡിറ്റിയെയാണ് അത് ബാധിക്കുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹൗ യു ഡു ദി ഒബ്സർവേഷൻ, ഹൗ യു കളക്ട് ദ ഫാക്ട്സ് ത്രൂ ദാറ്റ് ഒബ്സർവേഷൻ, അതുപോലെ തന്നെ ആ ഒബ്സർവേഷനിൽ കിട്ടുന്ന ഫാക്ട്സിനെ ഹൗ യു ഇന്റർപ്രറ്റ് എന്നുള്ളതും, അല്ലെ? അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങൾ തന്നിരിക്കുന്നത്. The above exercise leads to the question of the role of observation in social sciences and in sociology, to be specific. ഇനി എംപിരിസിസം എന്നൊരു കോൺസെപ്റ്റിനെ പറ്റി ഇവിടെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത യൂണിറ്റിൽ പഠിക്കും. പക്ഷെ എന്നാലും എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. എംപിരിസിസ്റ്റ് gives primacy for empirical facts against the logical knowledge of rationalists. അതായത് ലോജിക്കിനെക്കാട്ടിലും കൂടുതൽ എംപിരിക്കൽ ഫാക്ട്സിന് വേണ്ടിയിട്ടാണ്. എംപിരിക്കൽ ഫാക്ട്സ് എന്താണെന്ന് നമ്മൾ അടുത്ത യൂണിറ്റിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. പക്ഷെ ഇവിടെ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫാക്ട്സ് കളക്ട് ചെയ്യുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അടുത്ത സെക്ഷനിലും നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫിലോസഫേഴ്സ് ഫ്രം ദി എംപിരിസിസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് ജോൺ ലോക്ക്, ജോർജ് ബെർക്ക്ലി, ഡേവിഡ് ഹ്യൂം എന്ന് പറയുന്നവരൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അടുത്ത യൂണിറ്റിൽ നമ്മൾ ഈ ഒരു അപ്രോച്ചിനെ പറ്റി തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. 2 ways of understanding social reality എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്സ്. അപ്പൊ നേരത്തെ ഞാൻ ഇതിന്റെ ഒരു കമ്പാരിസൺ നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ റിയാലിറ്റിയെ മനസ്സിലാക്കാനായിട്ട് ഇൻഡക്റ്റീവും ഡിഡക്റ്റീവ് അപ്രോച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡക്റ്റീവ് മെത്തേഡ്സിൽ നമ്മളിപ്പോൾ ഈ നമ്മുടെ ഈ എക്സസൈസ് വഴി നമ്മൾ ഒരുപാട് ഗ്യാപ്സ് കണ്ടുപിടിച്ചു, അല്ലേ? ഫാക്ട്സ് കളക്ട് ചെയ്യുന്നതിനകത്തുനിന്നും അതിന് മുമ്പുള്ള കുറെ ചോദ്യങ്ങളിലും നമുക്ക് അതിനകത്ത് കുറെ ഗ്യാപ്സ് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും ഒരുമിച്ച് കൊണ്ടുപോയാലേ നമുക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ റിയാലിറ്റി കിട്ടുകയുള്ളൂ. ഓക്കെ, both inductive and deductive reasoning go hand in hand in the present day research. അതുകൊണ്ടാണ് ഈ ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും ഇന്നത്തെ റീസെർച്ചിൽ ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ സോഷ്യൽ റിയാലിറ്റിയുടെ നമ്മുടെ സമൂഹത്തിന്റെ പല വശങ്ങളും പഠിക്കാനായിട്ട് ഈ രണ്ട് മെത്തേഡ്സും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അടുത്ത ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്സർവേഷനെ പറ്റിയിട്ടും ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റിയിട്ടും ഒക്കെയാണ്. അപ്പോൾ ഈ യൂണിറ്റ് 1ന്റെ കണ്ടിന്യൂവേഷൻ തന്നെയായിരിക്കും അത്. അപ്പൊ നമ്മൾ ഈ എക്സസൈസിൽ നിന്ന് ഉണ്ടായ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ നിങ്ങൾ ആ ഒരു ഗ്യാപ്സും ഒക്കെ മനസ്സിൽ വെച്ചിരിക്കുക. അതിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ടാണ് ഒബ്സർവേഷൻ സോഷ്യൽ സയൻസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് അടുത്ത ടോപ്പിക്സിൽ നമുക്ക് കൂടുതൽ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ തന്നെ നെക്സ്റ്റ് ടോപ്പിക്സ് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.